ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. പഞ്ചാബിലെ പെട്ടെന്ന് എടുത്തൊരു ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗൈസ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ രമണിൻ്റെ ഫ്രൂട്ട് ഷോപ്പ്. അതായത് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഷോപ്പിൽ നിന്നാണ് ഫ്രൂട്ട്സ് മേടിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്കും അനുവിനും തന്നെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ആയിപ്പോയി. അപ്പോൾ ഞങ്ങളത് മുറിച്ചിട്ട് പകുതി കഴിക്കുകയാണ് ഗൈസ്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് നിങ്ങൾ പറയും ഓറഞ്ചാണ്. ഓറഞ്ചല്ല, അത് കിനു ആണ്. അതായത് ഓറഞ്ചിനെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്, പക്ഷേ ഓറഞ്ചിനെക്കാട്ടി നല്ല മധുരമാണ്. ഇതാണ് ഓറഞ്ച്, നമ്മളൊക്കെ കഴിക്കുന്ന ഓറഞ്ച്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫ്രൂട്ട് ഷോപ്പിൻ്റെ രമൺ, ഇതാട്ടോ അവൻ. അപ്പോൾ അവൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക് കേട്ടോ. ഇതൊക്കെ പഞ്ചാബിൽ മാത്രമാട്ടോ ഗൈസ്. ഇത് പിന്നെ ഇത് നമ്മുടെ കേരളത്തിലൊന്നും കാണാൻ ചാൻസ് കുറവാണ്. കാരണം ഇവിടെ ഇവർ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരുന്നത്, തൽവാണ്ടിയിൽ നിന്ന് ഫ്രൂട്ട്സ് കൊണ്ടുവരുന്ന വണ്ടിയാണ് കേട്ടോ ഇത്. പിന്നെ ഒരു ചോട്ടിരുന്ന് ഓറഞ്ച് പൊളിക്കുന്നു. പിന്നെ നമ്മുടെ പഞ്ചാബിലെ സ്ഥിരം കാഴ്ചയായിട്ടുള്ള ട്രാക്ടേഴ്സ് കുറേ പോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതിലകത്ത് ഫുൾ പാട്ടൊക്കെ വെച്ച് നല്ല അടിച്ച് പൊളിച്ചാണ് അവർ പോകുന്നത് ആക്ച്വലി ഗായ്സ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് ലാഗ് അടിച്ച് നിൽക്കുവാണ്. നമ്മുടെ ആണെങ്കിൽ കറക്റ്റ് വന്നിട്ടില്ല, ബസ് വന്നിട്ടില്ല. അതുകൊണ്ട് ലാഗ് അടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ബാക്കിലൊക്കെ നല്ല പാടമാണ്. ഇവിടെ മറ്റേ ഇങ്ങനെ റൂംസൊക്കെ ഉണ്ട്, അതായത് PG പോലെ നിൽക്കാൻ പറ്റുന്ന റൂംസൊക്കെ. 2 ബസ് വരുന്നുണ്ട്. ബസ്സല്ല, ഇത് ലോറിയാണ്. അപ്പുറത്തുണ്ട് ബസ്. നമ്മൾ ബസ്സിലൊക്കെ കയറി സീറ്റ് പിടിച്ചിരുന്നു. കാരണം ഓൾമോസ്റ്റ് സീറ്റ് എല്ലാം ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കയറി പോയി സീറ്റ് പിടിച്ചു. നമ്മളിവിടുത്തെ വഴിയെല്ലാം നല്ല ആസ്വദിച്ച് പോവാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇത്ര നല്ല റോഡ് എന്തായാലും കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ റോഡുകൾ എന്ന് പറഞ്ഞാൽ വലിയ കുണ്ടും കുഴിയൊന്നും ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ട്രാവൽ ചെയ്യാം. അപ്പോൾ കുറേ നേരത്തെ ബസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വന്ന് കാറിയിട്ട് കയറിട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം നല്ല സംസാരിച്ച് കുറേ പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. ശരിക്കും ഈ ക്ലൈമറ്റ് നല്ല തണുപ്പാണെങ്കിലും എനിക്ക് നല്ല ചൂടെടുക്കുന്നതുകൊണ്ട് ഞാൻ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടേക്കുവാണ്. ഇപ്പോൾ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് നമ്മളാണെങ്കിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ധാബയാണ്. നമ്മുടെ നാട്ടിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് പോലെ തന്നെയാണ് ഇവിടെ നോർത്തിൽ കൂടുതലും ധാബകളാണുള്ളത്. ഇപ്പം നമ്മൾ കയറുന്ന പ്യുവർ വെജ് ആയിട്ടുള്ള ധാബയിലാണ്. നോൺ വെജ് ഉള്ള ധാബകളും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഫാമിലി ഹാളിലേക്കാണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 2-3 ഫാമിലിക്ക് ഇരിക്കാൻ പറ്റുന്ന ഏരിയ ആണ്. ഇവിടുത്തെ ആംബിയൻസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ നോക്കിയാൽ നേരെ ഫീൽഡും പിന്നെ ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതേ കണക്ക് തന്നെ ഇവിടുത്തെ ഫുഡും നന്നായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ മെനുവിൽ നോക്കിയപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. കാരണം വെജിൽ തന്നെ ഇത്ര വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് വന്നു. ഫസ്റ്റ് നമ്മളൊരു സാലഡാണ്, വെജിറ്റബിൾ സാലഡാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു കേർഡ് ഓർഡർ ചെയ്തു. പിന്നെ ആണെങ്കിൽ കടായി പനീർ, പിന്നെ ഒരു ഗോബി തന്തൂരി ഫ്രൈയും ഓർഡർ ചെയ്തു. ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ഫുഡ് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ നോൺ വെജ് കഴിച്ചില്ലെങ്കിൽ എന്താ, അതേപോലെ തന്നെ ഒരു ടേസ്റ്റുള്ള ഫുഡുകളാണ് ഇതൊക്കെ. കാരണം എനിക്ക് തന്നെ ഇത് ഭയങ്കര ഇഷ്ടമായി. കാരണം തീരുന്ന വഴി അറിയില്ല കേട്ടോ. പിന്നെ ഫുഡ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഡെസേർട്ട് പോലെ കഴിക്കാൻ തോന്നിയിട്ട് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. സർപ്രൈസ് ആയിട്ടാണ് എനിക്ക് ഐസ്ക്രീം കിട്ടിയത്. ഇതാണ് ബാക്കി ധാബയുടെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് പിന്നെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി കയറി വന്ന പോർഷനാണിത് ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ ഒരു കനാൽ കാണാൻ വന്നേക്കുവാണ്. നല്ല രസമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ വെള്ളമൊക്കെ എടുക്കുന്നത്. ഇത് ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കേട്ടോ. അതായത് ഇത് കുടിക്കാനും പല ആവശ്യങ്ങൾക്കും വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ കട്ടിലൊക്കെ. അതായത് ഇവിടെയുള്ള ആൾക്കാർ അത് ഇപ്പോൾ ഇരിക്കാൻ പറ്റില്ല. സോ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള കളറ് പോലത്തെ ഉള്ളതാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല പാടമൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത്. അതായത് ഒരു കനാലും പിന്നെ ചുറ്റിനും നല്ല മരങ്ങളുമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാറിൽ കയറാൻ പോവാണ് ഗൈസ്.
അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇനി സാറിൻ്റെ ഓഫീസായിട്ടാണ്, മെയിൻ ഓഫീസായിട്ടാണ് പോകുന്നത്. നമ്മളങ്ങനെ എത്തിയിട്ടോ, കുറച്ച് പെട്ടെന്ന് തന്നെ എത്തി. ഒരു 5 മിനിറ്റൊക്കെ എടുത്തുള്ളൂ, 5-6 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ. ഇതാണ് ഇവിടെ കുറച്ച് കണ്ടോ, പഞ്ചാബിയാണ് ഓൾമോസ്റ്റ് കുറേ എഴുതിയേക്കുന്നത്. ഇതാണ് ഓഫീസിൻ്റെ ഉള്ളിൽ. നമ്മളാണെങ്കിൽ എല്ലാം നല്ല വൃത്തിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫാർമസിന് കൊടുക്കുന്ന സോയിൽ ഹെൽത്ത് കാർഡാണ്. അതിനുശേഷം നമ്മൾ ഇറങ്ങി. പിന്നെ ഇതിന് ഇടയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി നല്ല സ്വീറ്റ് വന്നായിരുന്നു. ഗുലാബ് ജാമാണ് ഞാൻ എടുത്തത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇതേ കണക്കുള്ള നല്ല റോസുകൾ കണ്ടു. നല്ല സ്മെല്ലുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കാണാനൊക്കെ, നല്ല വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാട്ടോ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഓഫീസിൻ്റെ. അപ്പോൾ ഇവിടുത്തെ പരിപാടി ഏകദേശം നമ്മൾ കഴിയാറായി. കാരണം നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടി ഇവിടുന്ന് ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തി. ഗായ്സ്, ഇതേ കണക്കുള്ള കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അപ്പുറം ഇപ്പുറം വയൽ നല്ല സൂര്യനിങ്ങനെ നിൽക്കുന്ന സത്യമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര രസമാണ് ഇത് കാണാൻ. പഞ്ചാബിൻ്റെ ആ ബ്യൂട്ടിയാണ് ഇത് കാണുന്നത് നിങ്ങൾ. അടിപൊളി ഗായ്സ്. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് ഇറങ്ങി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ മുടിയൊക്കെ ആണെങ്കിൽ ആകെ മൊത്തം കുളമായിരിക്കും കേട്ടോ. ഇനി നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി കാഴ്ചയായിരിക്കും. കാരണം ഇവിടുത്തെ വില്ലേജിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓരോ വില്ലേജിലും 1-2 ഗുരുദ്വാരകൾ കാണും. അന്നേരം പിന്നെ ഇവിടുത്തെ പോത്ത് അതൊക്കെ ഭയങ്കര വെറൈറ്റിയാണ്. പിന്നെ ഇവിടുത്തെ വീടുകളെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഷേപ്പിലാണ്, നമ്മളെ പോലെ അല്ല. പിന്നെ ഇതേ മോണത്തിലുള്ള കാഴ്ചകൾ എപ്പോഴും ക്ലോസ് ആയിരിക്കും എനിക്ക്. കാരണം നമ്മൾ മല്ലൂസിങ്ങൊക്കെ കാണുന്ന പോലെ തന്നെ അത്ര രസമാണ് കാണാൻ. പിന്നെ ഇത് 2ാമത്തെ ഗുരുദ്വാരയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഫൈനലി നമ്മളിവിടെ എത്താറായി. അപ്പോൾ ഇന്നത്തെ ഔട്ടിങ് ഏകദേശം ഞങ്ങളുടെ കഴിയാറായിട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും പോയാലെന്നുണ്ട്. ഈവനിങ് ടൈമായി ഞങ്ങൾക്ക് ഏകദേശം വിശക്കാറായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഓർഡർ ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യാണ്. കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്നാക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ സ്നാക്ക് പോലെയാണ് ചിക്കൻ കഴിക്കാൻ തീരുമാനിച്ചത് 4 പേരും കൂടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഇവിടെ കോട്ടൺ ക്യാൻഡി അന്വേഷിച്ചാണ് വന്നപ്പോൾ കുറേ ഐറ്റംസ് കണ്ടു. എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, ഹൈജീൻ അല്ലായിരുന്നു. പിന്നെ അത് കിട്ടാത്തതുകൊണ്ട് നേരെ ഹോസ്റ്റലിൽ കയറാനുള്ള പ്ലാനായിരുന്നു. ഇപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റി ഞങ്ങൾ കയറുക, ഞങ്ങൾക്ക് ടൈമായി. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ.